പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രേഖാചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട്. ഇതെന്തിൻ്റെ മാപ്പാണ്? വീട്ടിൽ നിന്നും മനു സ്കൂളിലേക്ക് എത്തിച്ചേരുന്ന രേഖാചിത്രമാണ് നൽകിയിരിക്കുന്നത്. മനു സഞ്ചരിക്കുന്ന ദിക്ക് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മനു 1 മുതൽ 2 വരെ കിഴക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയിൽ എന്താ ചോദിച്ചേക്കണേ? 2 മുതൽ 3 വരെ എങ്ങടായിരിക്കും? തെക്ക്. 2 മുതൽ 3 വരെ തെക്ക്. 3 മുതൽ 4 വരെ എങ്ങടാണ്? കിഴക്ക്. ഇനി 4 മുതൽ 5 വരെ ഏതാണ്? വടക്ക്. അപ്പം ഓപ്ഷൻ ബി തെക്ക്, സി കിഴക്ക്, ഡി വടക്ക്. ഇങ്ങനെയാണ് ഉത്തരം തയ്യാറാക്കേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ, ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ദിക്ക്. ഇത് കൂടാതെ മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത്? അപ്പോൾ ദിക്ക് കൂടാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂപട വായനയ്ക്ക് ഒരു മാപ്പ് റീഡിങ്ങിന് തലക്കെട്ട് വേണം, തോത് വേണം, അക്ഷാംശ രേഖാംശ രേഖകൾ വേണം, നിറങ്ങൾ വേണം, ചിഹ്നങ്ങൾ വേണം. അപ്പോൾ ഇതേതെങ്കിലും 2 3 എഴുതുക. അപ്പോൾ തലക്കെട്ട് വേണം, തോത് വേണം, അക്ഷാംശ രേഖാംശ രേഖകൾ വേണം, നിറങ്ങൾ വേണം, ചിഹ്നങ്ങൾ വേണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് അന്തരീക്ഷ പാളിയും അവയുടെ സവിശേഷതയും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാം. അപ്പോൾ താഴെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകളും തന്നിട്ടുണ്ട്. ഇനി അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് എയിൽ സവിശേഷത എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി എന്നാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ ഓപ്ഷൻ എയിൽ നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്നാണ് എഴുതേണ്ടത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിന്റെ സി എന്നാണ് തന്നിരിക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്താണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ സി അവിടെയാണ് എഴുതേണ്ടത്. ഇനി ബിയിൽ എന്താണ് സവിശേഷത തന്നിരിക്കുന്നത്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. അപ്പോൾ ബി ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ, ബി എന്ന് പറയുന്നത് എക്സോസ്ഫിയർ, സി എന്ന് പറയുന്നത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നു. ഇത്രയാണ് എഴുതേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ, മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അന്തരീക്ഷം എങ്ങനെയെല്ലാമാണ് പ്രയോജനപ്പെടുന്നത് വിശദമാക്കാനാണ് പറഞ്ഞത്. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ എങ്ങനെയെല്ലാമാണ് പ്രയോജനപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവികളുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഓക്സിജൻ എവിടെയുണ്ട്? അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലുണ്ട്. അപ്പം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഓക്സിജൻ ഉണ്ട്. അതുപോലെ സസ്യങ്ങൾക്ക് ആവശ്യമായ CO2 ലഭിക്കുന്നു. സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ലഭിക്കുന്നതും അന്തരീക്ഷത്തിൽ നിന്നാണ്. അപ്പോൾ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ സസ്യങ്ങളുടെയും സസ്യങ്ങളുടെ ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനും അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലഭിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്. പദസൂര്യനിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് രാജ്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ പഞ്ചായത്ത് രാജിൽ ഏതൊക്കെ എഴുതേണ്ടത്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇനി നഗരപാലിക സംവിധാനത്തിൽ മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ പഞ്ചായത്ത് രാജിൽ ഏതൊക്കെയാണ്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇനി നഗരപാലിക സംവിധാനത്തിൽ ഏതൊക്കെയാണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ കൗൺസിൽ. അത് രണ്ടുമാണ് എഴുതേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? ഗ്രാമസഭകളുടെ രൂപീകരണം. ഭരണകാലാവധി 5 വർഷമാക്കി. പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തി. ത്രിതല പഞ്ചായത്ത് സംവിധാനം. അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ 73ാം ഭരണഘടനയിലൂടെ വരുത്തിയ മാറ്റങ്ങളാണ്. ഇതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ ഏതെങ്കിലും വേണ്ടവണ്ണം ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്രം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ താരതമ്യം ചെയ്ത് പ്രാദേശിക ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, വിശാലമായ പ്രദേശത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രാദേശിക ആഘോഷങ്ങളും ആചാരങ്ങളും ഉൾപ്പെട്ട ചരിത്രരചന.
ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്ര അന്വേഷണം, ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ, ചരിത്രരചനയെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങൾ, സാഹിത്യ സ്രോതസ്സുകൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, പുരാലിഖിതങ്ങൾ, നാണയങ്ങൾ. ഇതൊക്കെയാണ് ചരിത്രരചനയെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ. സി ക്വസ്റ്റ്യൻ, ചരിത്രരചനയിൽ വർത്തമാന പത്രങ്ങളുടെ പ്രാധാന്യം വിശദമാക്കുക. ഒന്ന് എന്താണ്? വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കും. വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി 5ാമത്തേല് എയും ബിയും 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ സി നെൽസൺ മണ്ടേല. ഇനി ബി ക്വസ്റ്റ്യൻ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാമൂഹ്യ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളക്കാരാൽ നിയന്ത്രിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടിയായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിലവിൽ അധികാരത്തിലേക്ക് എത്തിയത്. അപ്പോൾ അവർ തന്നെ നിയന്ത്രിക്കപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ പാർട്ടിയായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലെത്തിയത്. അപ്പോൾ വെള്ളക്കാരെന്ത് ചെയ്തു? തദ്ദേശീയരായ, അതായത് അവിടെ താമസിക്കുന്ന ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ നിയമങ്ങൾ വംശീയ വേർതിരിവിന് കാരണമായി. ജനങ്ങൾക്ക് എന്ത് ചെയ്തു? സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു ഇതിലേക്ക് നയിച്ച സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത്. വെള്ളക്കാരാൽ നിയന്ത്രിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടിയായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ വെള്ളക്കാരാൽ അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക്, തദ്ദേശീയ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നവർ. ഈ നിയമങ്ങൾ വംശീയ വേർതിരിവിന് കാരണമായി മാറുകയും ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ചെയ്തു. ഇനി അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 18ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ദക്ഷിണാഫ്രിക്കയിലെ കോളനിവൽക്കരണം ബ്രിട്ടന് നേട്ടമായത് എങ്ങനെയെല്ലാമാണ്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോളനിവൽക്കരണം ബ്രിട്ടന് നേട്ടമായത് എങ്ങനെയാണ്? അളവറ്റ സമ്പത്ത് കൈക്കലാക്കാൻ പറ്റി. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ സാധിച്ചു. ഏഷ്യൻ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കാൻ പറ്റി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു. ഇനി ബി ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദക്ഷിണാഫ്രിക്കയുടെ അയൽരാജ്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി സാംബിയ. സാംബിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 6ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രാഫാണ്. എന്തിൻ്റെ ഗ്രാഫാണ്? കേന്ദ്ര സർക്കാരിൻ്റെ 5 വർഷത്തെ പൊതുചിലവ് സംബന്ധിച്ച ഡയഗ്രമാണ് നൽകിയിരിക്കുന്നത്. ഇത് അപഗ്രഥിക്കുമ്പോൾ ലഭിക്കുന്ന നിഗമനങ്ങളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. എയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പൊതുചിലവ് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു. അതെ, ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്. ബി, ഓരോ വർഷത്തെയും പൊതുചെലവ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടായത് 2020-21 അതെ, 2020-21 കാരണം എന്താണ്? 26-ൽ നിന്ന് 35-ലേക്ക് പെട്ടെന്ന് അത്യാവശ്യം നന്നായി കൂടി അല്ലേ? 26-ൽ നിന്ന് 35-ലേക്ക് എത്തി. ബാക്കി എല്ലായിടത്തും ചെറിയ ചെറിയ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതും ശരിയാണ്. ഓരോ വർഷവും പൊതുചെലവിൻ്റെ വർധനവ് തുല്യമാണ്. അത് തെറ്റാണ്. അപ്പോൾ എയും ബിയും ശരിയാണ്, സി തെറ്റാണ്. ഡി, പൊതുചെലവിൻ്റെ വർധനവിൽ ഏറ്റവും കുറവുണ്ടായത് 2021-22 വർഷത്തിലാണ്. 21-22 വർഷത്തിലാണ് ഏറ്റവും കുറവുണ്ടായത്. അതെ ശരിയാണ്. കാരണം 23-ൽ നിന്ന് 26-ലേക്കാണ് പോയത്. പിന്നെ 26-ൽ നിന്ന് 35-ലേക്ക് പോയി. 35-ൽ നിന്ന് 37-ലേക്ക് വളരെ ചെറിയ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ പറഞ്ഞതും ശരിയാണ്. അപ്പം എയും ശരിയാണ്, ബിയും ശരിയാണ്, ഡിയും ശരിയാണ്. എയും ബിയും ഡിയും ശരിയാണ്. ഇയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ വർഷത്തെയും പൊതുചെലവ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് വർധനവുണ്ടായത് 2020-21 വർഷത്തിൽ. നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതലുണ്ടായത് 20-21 അപ്പോൾ തെറ്റാണ്. അപ്പോൾ എയും ബിയും ഡിയും ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ 3 പോയിന്റ്സ് ആണ് എടുത്ത് എഴുതേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ,
ഇവിടെ ബിയിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രത്യക്ഷ നികുതി, എന്താണ് പരോക്ഷ നികുതി? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്നതാണ് പ്രത്യക്ഷ നികുതി. നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത്, നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് അയാൾ തന്നെ, ആ വ്യക്തി തന്നെ ഒടുക്കുന്നതാണ് പ്രത്യക്ഷ നികുതി. ഉദാഹരണം ആദായ നികുതി. എന്നാൽ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി. അതായത് ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി. എക്സാമ്പിൾ, ഉദാഹരണം വിൽപ്പന നികുതി. വിൽപ്പന നികുതി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. പൊതുവരുമാനം, പൊതുചിലവ്, പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായ സർക്കാർ നയമാണ് ഏതെന്ന് പറയുന്നത്? സർക്കാർ നയമാണ് ബജറ്റ്, ധനനയം, ധവളപത്രം, കടപത്രം. ഇതിലേതാണ്? ധനനയം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി വികസന ചെലവ്, വികസനേതര ചെലവ് എന്നിവ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 2 കോളം വരയ്ക്കുക. വികസന ചെലവ്, വികസനേതര ചെലവ്. ഇപ്പോൾ വികസന ചെലവിൽ എന്തൊക്കെ വരും? രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റോഡ്, പാലം, തുറമുഖ നിർമ്മാണം, അല്ലേ? രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റോഡ്, പാലം, തുറമുഖ നിർമ്മാണം, അതിലാണ് വികസന ചെലവിൽ വരുന്നത്. വികസനേതര ചെലവിൽ എന്താ വരുന്നത്? രാജ്യ താല്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവ്. പ്രതിരോധം, പലിശ, പെൻഷൻ തുടങ്ങിയൊക്കെയുള്ള ചെലവ്. ഇവിടെ ഏതാണ്? നമ്മുടെ റോഡ്, പാലം, തുറമുഖ നിർമ്മാണം. അപ്പോൾ അത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.